സ്ഥിരമായി വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. ഹായ്, ഐ ആം ആയിഷ കരീം, സ്കിൻ ട്രെയിനർ, മിറമാക്സ് അക്കാഡമി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ നിർബന്ധമായും അപ്ലൈ ചെയ്തിരിക്കണം. വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ കൃത്യമായ ഒരു സമയം നമ്മൾ പാലിക്കുക. മോർണിംഗ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മോർണിംഗ്സ് തന്നെ യൂസ് ചെയ്യുക, ഈവനിങ്സ് ആണെങ്കിൽ ഈവനിങ്സ് തന്നെ യൂസ് ചെയ്യുക. മോർണിംഗ്സിനെക്കാട്ടിൽ ബെറ്റർ ഈവനിങ്സ് യൂസ് ചെയ്യുന്നതാണ്. മോർണിംഗ്സ് UV റേഡിയേഷൻ കൊണ്ട് ഫോട്ടോ സെൻസിറ്റീവ് ആവാൻ ചാൻസസ് ഉണ്ട്. ഈവനിങ്സ് ആർ ഫാർ മോർ ബെറ്റർ. വൈറ്റമിൻ സി സിറം നമ്മൾ എപ്പോഴും ഒരു ഡാർക്ക് ബോട്ടിൽസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. വൈറ്റമിൻ സി സിറം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സിറമാണ്. ആ ട്രാൻസ്പെറൻസിയിൽ നിന്ന് മാറി ഡാർക്കൻഡ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറം ആയി കഴിഞ്ഞാൽ വളരെ നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് AHAs BHAസിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യരുത്. AHA BHA സെറംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനോൾ, നിയാസിനമൈഡ്, ബെൻസോയിൽ പെറോക്സൈഡ്. അറ്റ് എ ടൈം ഈ രണ്ട് ടൈപ്പ് ഓഫ് സെറംസും യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് നമുക്ക് നോക്കാം. Concentrations are very important for using vitamin C. Concentration ranging from 2 to 20% is better, and always use vitamin C serum and vitamin E serum at a time for more effective results.